بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലുകാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർക്ക് അള്ളാഹു ചെയ്തു നൽകിയ നിഅമത്തുകൾ സ്മരിക്കുന്നതിനു വേണ്ടിയും അള്ളാഹുവിനോട് അവർ ചെയ്ത കരാറുകൾ പാലിക്കുന്നതിനു വേണ്ടിയും അള്ളാഹുവിനെ ഭയപ്പെടാൻ അവനെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലുകാരോട് അവരെ അഭിസംബോധന ചെയ്ത് ചില കാര്യങ്ങൾ പറഞ്ഞത്. ഈ ആയത്തിൽ അതിൻ്റെ തുടർച്ചയാണ്. وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون. وآمنوا لا آمن يؤمن آمنوا آمنوا أمر الذي أمران آمنوا آمن آمنوا ആമിൻ എന്നാണ് ഇതിൻ്റെ അസ്സലാമു അലൈക്കും. ആമിൻ എന്നാണ് അതിൻ്റെ ഒരാളോട് പറയുകയാണെങ്കിൽ, കുറേ ആൾക്കാരോടാണെങ്കിൽ ആമിനു. ശരി, വ ആമിനു എന്നാണ് പറഞ്ഞത്. വാവ് ആൻഡ് എന്നുള്ള അർത്ഥത്തിലാണല്ലോ. ശരി, അപ്പോൾ ഇത് അവിടെ അത്ഫ് ഏതിനോടാണ്, ഏതിലേക്ക് അത്ഫ് ചെയ്തിട്ടുള്ളത്? ഇതിൽ അത്ഫ് എന്ന് പറഞ്ഞാൽ ഏതിലേക്കാണ് ചേർത്തി പറഞ്ഞിട്ടുള്ളത്? ഉദ്കുറു എന്നുള്ളതിലേക്കാണ്. യാ ബനി ഇസ്രായീല ഉദ്കുറു നിഅമതി വആമിനു ബിമാ അൻസൽ. അല്ലേ? അത്ഫ് എന്ന് പറഞ്ഞാൽ എന്താ? ചേർത്തി പറയാം. ബനു ഇസ്രായേലുകാരെ നിങ്ങൾ സ്മരിക്കുക എൻ്റെ നിഅമത്തുകൾ. വആമിനു നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക. വആമിനു നിങ്ങൾ ഈമാൻ സ്വീകരിക്കുകയും ചെയ്യുക. വആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅക്കും. നിങ്ങൾ എന്തിലാണ് വിശ്വസിക്കേണ്ടത്? ബി ആമിനു ബി, നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഇതിലാണ്. ആമന ബില്ല എന്നൊക്കെ പറയില്ല നമ്മൾ, അള്ളാഹു വിശ്വസിക്കേണ്ടത് ആമന ബില്ല. ബി മാ മാ എന്ന ഒരു കാര്യം, ആ ഒരു കാര്യം എന്താണ്? ബിമാ അൻസൽത്ത്, ആ ഒരു കാര്യം ഞാൻ ഇറക്കിയതാണ്. ഞാൻ ഇറക്കിയതിൽ നിങ്ങൾ വിശ്വസിക്കുക. ബിമാ അൻസൽത്തു, ഞാൻ ഇറക്കിയ ഒരു കാര്യമുണ്ട്, അതിൽ നിങ്ങൾ വിശ്വസിക്കുക. ഞാൻ ഇറക്കിയ ഈ കാര്യം അത് എങ്ങനെയാണ് ഞാൻ അതിനെ ഇറക്കിയിട്ടുള്ളത്, അതിൻ്റെ അവസ്ഥ എന്താണ്? ബിമാ അൻസൽതു മുസദ്ദിഖൻ, ഞാനത് അവതരിപ്പിച്ചിരിക്കുന്നത്. അവിടെ എന്തില്ല മുസദ്ദിഖുൻ മുസദ്ദിഖിൻ എന്നൊന്നും പറയാതെ മുസദ്ദിഖൻ എന്ന് പറഞ്ഞത് ഇതിന് പറയാം ഹാൽ എന്നാണ് പറയാം. ഹാലിൻ്റെ അവസ്ഥയിലാണ് അതുള്ളത്. അതായത് ഞാൻ ഇക്കാര്യം ചെയ്തത് ഇങ്ങനെ ആയിക്കൊണ്ടാണ്. എങ്ങനെ ആയിക്കൊണ്ട്? മുസദ്ദിഖൻ, സത്യപ്പെടുത്തുന്നതായിക്കൊണ്ടാണ്. അതായത് ഞാൻ അവതരിപ്പിച്ച ഗ്രന്ഥം മുസദ്ദിഖാണ്. സദ്ദഖ യുസദ്ദിഖു തസ്ദീഖൻ ഫഹുവ മുസദ്ദിഖ്. അതിൻ്റെ ഫാഇലാണ്, സദ്ദഖിൻ്റെ ഫാഇലാണ്, ഇസ്മു ഫാഇലാണ് മുസദ്ദിഖ്. സദ്ദഖ എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തി. അപ്പോൾ മുസദ്ദിഖ് എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തുന്നവൻ. അപ്പോൾ ഇവിടെ ഇത് ജീവനുള്ള കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സത്യപ്പെടുത്തുന്നത്. ഞാൻ സത്യപ്പെടുത്തുന്നതായിക്കൊണ്ട് അവതരിപ്പിച്ച ഒരു കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. എന്തിനെയാണ് സത്യപ്പെടുത്തുന്നത്? മുസദ്ദിഖൻ ലിമാ മഅക്കും. മുസദ്ദിഖൻ സത്യപ്പെടുത്തുന്നു. ലി ഒരു കാര്യത്തെ, ലി മാ എന്ന ഒരു കാര്യം. മുസദ്ദിഖൻ ലിമാ ഒരു കാര്യത്തെ അത് സത്യപ്പെടുത്തുന്നു. ആ കാര്യം എന്താണ്? മഅക്കും, നിങ്ങളോടൊപ്പമുള്ള കാര്യത്തെ സത്യപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതിൽ ഏതാണ് അൻസൽത്ത് എന്ന് പറഞ്ഞ ഏതാ ഉദ്ദേശം? ഞാൻ അവതരിപ്പിച്ചു പറഞ്ഞ ഏതാ? ഖുർആനാണ്. മുസദ്ദിഖൻ ലിമാ മഅക്കും എന്നുള്ളതോ നിങ്ങളോടൊപ്പം ഉള്ളത് ഏതാ? തൗറാത്ത്. നിങ്ങളോടൊപ്പം ഉള്ളത് തൗറാത്ത്. തൗറാത്തിനെ സത്യപ്പെടുത്തുന്നതായിക്കൊണ്ട് ഞാൻ അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കണം. ബനു ഇസ്രായേലരോടല്ലേ പറയുന്നത്? അപ്പോൾ ബനു ഇസ്രായേലുകാരോടൊപ്പം ഉള്ളത് ഏതാണ്? തൗറാത്താണ്. നസറാനികളാണെങ്കിൽ അവരൊപ്പം ഉള്ളത് ഇഞ്ചീലാണ്. നിങ്ങളോടൊപ്പമുള്ള കാര്യത്തെ സത്യപ്പെടുത്തുന്നതായി ഞാൻ അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കണം.
ولا تكونوا أول كافر به كان يكون كن لا تكن لا تكونوا നിങ്ങൾ ആകരുത് ലാ തകൂനു നിങ്ങൾ ആകരുത് വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി അവ്വല അവ്വൽ ആദ്യത്തെ ആൾ അവ്വല കാഫിർ അവ്വൽ കാഫിർ എന്ന് പറഞ്ഞാൽ അവ്വൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മുസ്ലിം അവ്വൽ കാഫിർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ കാഫിറാകരുത്. നബിമാർ പറഞ്ഞത് അവ്വലുൽ മുസ്ലിമീന്നാണ്, മുസ്ലിങ്ങൾ ഒന്നാമത്തെ. നിങ്ങൾ എന്ത് ചെയ്യരുത്? അവ്വൽ കാഫിറാകരുത്. നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളോടൊപ്പമുള്ളതിനെ സത്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വലാ തകൂൻ അവ്വല കാഫിറിൻ ബിഹി. നിങ്ങൾ ശരിക്കും എന്തായിരുന്നു ആകേണ്ടിയിരുന്നത്? അവ്വൽ മുഅ്മിനാണ് ആവേണ്ടിയിരുന്നത്. പക്ഷെ നിങ്ങൾ വലാ തകൂനു അവ്വല കാഫിറിൻ ബിഹി, നിങ്ങൾ ഒരിക്കലും ആദ്യത്തെ കാഫിറാവാൻ പാടില്ല. അവ്വല കാഫിറിൻ ബിഹി, ബിഹി എന്ന് പറഞ്ഞാൽ ബിമാ അൻസൽത്, ബിമാ അൻസൽത്, ഞാൻ അവതരിപ്പിച്ചതിൽ ആദ്യം നിഷേധിക്കുന്നവനായി നിങ്ങൾ മാറാൻ പാടില്ല. ഒരു ചെറിയൊരു ഇഷ്കാലുണ്ട്, നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ. വലാ തകൂനു എന്നുള്ളത് എന്താ? ആരോടെ മുഖാത്തബ്? എത്ര ആൾക്കാരുണ്ട്? ഒരാളാ, രണ്ടാളോ, മൂന്നാളാ? ജമഅൻ അല്ലേ? വലാ തകൂൻ, നിങ്ങളാകരുത് എന്നാണ്. അവ്വൽ കാഫിർ, കാഫിർ എന്നുള്ളത് ഒറ്റാളാണോ, രണ്ടാളോ, മൂന്നാളാണോ? കാഫിർ ഒറ്റാളല്ലേ? അപ്പോൾ അതിലൊരു ഇഷ്കാലുണ്ട് ഇവിടെ. എങ്ങനെ ഇത് ഇവിടെ ജമഅന അവിടെയാണ് പറയുന്നത്, നിങ്ങളാകരുത്, ആദ്യത്തെ കാഫിറാകരുത്. മുഫസ്സിരീൻ ഇബ്നുൽ ഉസൈമീൻ അദ്ദേഹം പറഞ്ഞു വലാ തകൂനു അവ്വല ഫരീഖിൻ കാഫിർ, നിങ്ങൾ ആദ്യത്തെ നിഷേധികളുടെ കൂട്ടമാകരുത്, അതാണ് ഉദ്ദേശം. കാരണം തുടക്കത്തിൽ എന്താ? ജമഅനോടാണ് വിലക്കുള്ളത്. വലാ തകൂനു, നിങ്ങളാകരുത് എന്നാണ്. ഒരാളോടല്ല, കുറേ പേരോടാണ്. പക്ഷെ അവ്വൽ കാഫിർ എന്നുള്ളത് മുഫ്രദാണ്. അപ്പോൾ അവിടെ അവ്വല ഫരീഖിൻ കാഫിർ, നിങ്ങൾ ആദ്യത്തെ നിഷേധികളുടെ സംഘമാകരുത്. ഇസ്രായേലുകാരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇതിനെ നിഷേധിക്കുന്ന ആദ്യത്തെ ആൾക്കാരാണ്. മുശ്രിക്കുകൾ വിശ്വസിച്ചു. ഒരു കിതാബില്ലാത്ത മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവരിൽ വിശ്വസിച്ചിട്ടുണ്ട്. നിങ്ങളടുത്ത് കിതാബുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് ഇൽമുള്ള ആൾക്കാരാണ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇതിനെ ആദ്യം തന്നെ നിഷേധിക്കുന്ന ആളുകൾ ആയി മാറാൻ പാടില്ല. വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീലൻ വഇയ്യായ ഫത്തഖൂൻ. വലാ തശ്തറൂ, വലാ തശ്തറൂ, എന്താ തശ്തറൂ? രണ്ട് വാക്കുണ്ട്. വലാ തശ്റൂ വലാ തശ്തറൂ. എന്താ രണ്ടും വ്യത്യാസം? രണ്ട് നേരം ഓപ്പോസിറ്റ് അർത്ഥങ്ങളാണ്. ഷറ എന്ന് പറഞ്ഞാൽ വിറ്റു എന്നാണ്, ഇഷ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു എന്നാണ്. വലാ തശ്തറൂ, നിങ്ങൾ വിലക്ക് വാങ്ങരുത്, പകരമായി വാങ്ങരുത്. വലാ തസ്തബ്ദിലു, നിങ്ങൾ പകരമായി എടുക്കരുത്. വലാ തശ്തറൂ ബിആയാതി, എൻ്റെ ആയാത്തുകൾക്ക് പകരമായി. ഇവിടെയുള്ള ആയത്തേടെ ഉദ്ദേശം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. നമ്മൾ മുൻപ് കുറച്ച് മുന്നുള്ള ആയത്തിൽ പറഞ്ഞിരുന്നു അല്ലേ? എന്താ കുറച്ച് മുന്നുള്ള ആയത്തിൽ എന്താ ഉള്ളത്? അത് ഇന്നത്തെ ആയത്തിൽ എവിടെ വന്നത്? ഏതായത്? വല്ലദീന കഫറു വകദ്ദബു ബിആയാതിന. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു ആയത്തുകൾ രണ്ടുണ്ട്. ഏതൊക്കെ? ആയാത്തും കൗനിയ, ആയത്ത് ശർഈയ, പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളും ദീനിലെ ദൃഷ്ടാന്തങ്ങളും. അപ്പം നമ്മൾ പറഞ്ഞിരുന്നത് ഇവിടെ ഉദ്ദേശം പ്രാഥമികമായി അള്ളാഹുവിൻ്റെ ഖുർആനിലെ അല്ലെങ്കിൽ ദീനിൻ്റെ ആയത്തുകളാകാനാണ് സാധ്യത. കാരണം എന്താ? കുറച്ച് ശേഷം തൊട്ട് ശേഷമുള്ള ആയത്തുകളിൽ വലാ തശ്തറൂ ബിആയാതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ആയത്ത് എന്തായാലും ഖുർആനാണ്. കാരണം എന്താ? ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞു ആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ, ഞാൻ അവതരിപ്പിച്ച കാര്യത്തിൽ വിശ്വസിക്കണം പറഞ്ഞു. എന്ന് മനസ്സിലാവില്ലേ ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? കുറച്ച് മുന്നുള്ള ആയത്തിൽ ആയാത്ത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ആയത്ത് രണ്ട് രൂപത്തിൽ, കൗനിയ, ശർഈയ. അപ്പം നമ്മൾ പറഞ്ഞു ശർഈയത്തെ ആയത്താണ് ആ ആയത്തിൽ കൂടുതൽ സാധ്യത. കാരണം തൊട്ട് ശേഷം പിന്നീട് അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? ഖുർആനിനെ കുറിച്ച് ആയത്ത് എന്ന് പറയുന്നുണ്ട്. വലാ തശ്തറൂ ബിആയാതി, എൻ്റെ ആയത്തുകൾക്ക് പകരമായി നിങ്ങൾ വാങ്ങരുത്. എന്തു വാങ്ങരുത്? സമനൻ, സമൻ, വില വാങ്ങരുത്, പ്രതിഫലം വാങ്ങരുത്. സമൻ നിങ്ങൾക്ക് അറിയുന്ന വാക്കായിരിക്കും അല്ലേ? ആൾക്കാർ ചോദിക്കല്ലേ സമൻ? സമൻ ഇവിടെ പറയില്ല, സാറാണല്ലേ പറയല്. ഇവിടെ സാറിനല്ലേ പറയല് വില. സമൻ, സമൻ തന്നെ സമന് കമത്തിക്കാലത്ത് നോക്കില്ല.
സമൻ എന്ന് പറഞ്ഞാൽ വില. വലാ തഷ്തറു ബി ആയാതി സമനൻ, നിങ്ങൾ വാങ്ങരുത്. എന്തു വാങ്ങരുത്? സമൻ ഖലീൽ, ഖലീൽ തുച്ഛമാണ്, കുറഞ്ഞ വിലക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, എൻ്റെ ആയത്തുകളെ നിങ്ങൾ വിൽക്കരുത്. അതായത് എൻ്റെ ആയത്തുകൾ കൊടുത്തിട്ട് നിങ്ങൾ തുച്ഛമായ വില വാങ്ങരുത്. വ ഇയ്യായ ഫത്തഖൂൻ, വ ഇയ്യായ ഫത്തഖൂൻ. ഇതർത്ഥം നേരത്തെ പറഞ്ഞേ. എന്താ ഇയ്യായ? എന്നെ മാത്രം. എന്തുകൊണ്ട് എന്നെ മാത്രം എന്ന് പറഞ്ഞത്? എങ്ങനെ അസ്ല് ശരിക്കും വരേണ്ടത്? ഫത്തഖൂനി എന്നാണ് വരേണ്ടത്. പക്ഷെ അവസാനത്തിൽ വരുന്ന എന്നെ സൂക്ഷിക്കുന്ന അവസാനത്തിലുള്ള തുടക്കത്തിലേക്ക് കൊണ്ടുവന്നു. വ ഇയ്യായ, എന്നെ മാത്രം, ഫത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള, എന്നോട് മാത്രം നിങ്ങൾ തഖ്വയുള്ളവരാകുക. അതാണ് ഈ ആയത്തിൻ്റെ പദാനുപത അർത്ഥങ്ങൾ, പദാനുപത വിശദീകരണമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ശരി, അത് തഫ്സീറിൽ എന്താ ഉള്ളത്? വ ആമിനു യാ ബനി ഇസ്രായീൽ, വ ആമിനു, നിങ്ങൾ വിശ്വസിക്കുക, ബനു ഇസ്രായീലുകാരെ, ബിൽ ഖുർആനി. കണ്ടില്ലേ, ബിമാ അൻസൽതു എന്നുള്ളതിൻ്റെ തഫ്സീറാണത്. ഞാൻ അവതരിപ്പിച്ച ഏതാണ്? ഖുർആനാണ്. ഇപ്പോൾ ബനു ഇസ്രായീലുകാരെ, നിങ്ങൾ ഖുർആനിൽ വിശ്വസിക്കുക. അല്ലദി അൻസൽതുഹു അലാ മുഹമ്മദിൻ, അല്ലദി, ഖുർആൻ എങ്ങനെയുള്ളതാണ്? അൻസൽതുഹു, ഞാനത് ഇറക്കിയിരിക്കുന്നു, അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയില്ലാഹി വ റസൂലിഹി. ആരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ആരാണ്? അള്ളാഹുവിൻ്റെ നബിയും അവൻ്റെ റസൂലുമാണ്. മുവാഫിഖൻ അല്ലെ മുസദ്ദിഖൻ എന്നുള്ളതിന് തഫ്സീറാണത്. മുസദ്ദിഖൻ എന്ന സത്യപ്പെടുത്തുന്നതായിക്കൊണ്ട്. ഇവിടെ ഇതിന് തഫ്സീർ പറഞ്ഞത് മുവാഫിഖൻ. എന്താ മുവാഫിഖ്? മുവാഫിഖ് പറയുന്ന ആൾക്കാർ പോലെ മുവാഫിഖ് അല്ല മുഖാലിഫ്. യോജിക്കാൻ. മുവാഫിഖ് എന്ന് പറഞ്ഞാൽ യോജിക്കാൻ. മുവാഫിഖൻ, യോജിച്ചതായിക്കൊണ്ട്. മുവാഫക്ക ഇതിലൊക്കെ ഉണ്ടാവും. ഇതിൽ മറ്റേ ഞങ്ങളെ ഈ മറ്റേ എഗ്രിമെൻറ്റിലൊക്കെ അവസാനത്തിൽ വാഫിഖ് അലാമ തഖദ്ദം, അതിൻ്റെ അർത്ഥം ഞാൻ യോജിക്കുന്നു. മുവാഫിഖൻ, യോജിക്കുന്നതായിക്കൊണ്ട്. എന്തിനോട് യോജിക്കുന്നതായിക്കൊണ്ട്? ലിമാ തഅലമൂനഹു, മുവാഫിഖൻ ലിമാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവുള്ളതായ കാര്യത്തോട് യോജിക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യത്തോട് യോജിപ്പുള്ളതായി ഞാൻ അവതരിപ്പിച്ച ഖുർആൻ. നിങ്ങൾക്ക് അറിവുള്ള കാര്യം എന്താ? അവന് പറയും മിൻ സഹീഹി തൗറ. എന്താ സഹീഹി തൗറ? സഹീഹ് എന്ന് പറഞ്ഞാൽ ശരിയായ. തൗറാത്ത് അതുപോലെ എന്തുണ്ട്? രണ്ട് തരമുണ്ട്. തൗറാത്തിൽ കൂട്ടിക്കടത്തൽ ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുണ്ട്. തൗറാത്തിൽ സ്ഥിരപ്പെട്ട തൗറാത്തിലെ സ്ഥിരപ്പെട്ട വചനങ്ങളിൽ വന്ന കാര്യങ്ങളോട് യോജിക്കുന്ന വിധത്തിലാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണത്. നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? നിങ്ങൾക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടയാളങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിനെ കുറിച്ച് മാത്രമല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ കുറിച്ച് വരെയുണ്ട്. ഖുർആനിനെ കുറിച്ചുണ്ട്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞ കാര്യം. തൗറാത്തിൽ എന്തുണ്ട്? നബിൻ്റെ സഹാബിമാരെ കുറിച്ചുള്ള വാക്കുകൾ വരെ അതിൽ വന്നിട്ടുണ്ട്. പഴയകാല വേദഗ്രന്ഥങ്ങളിൽ സഹാബിമാരെ കുറിച്ച് ഒരു വരുന്നതിന് മുൻപ് തന്നെ അറിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഖുർആനിനെ കുറിച്ചുള്ള സൂചനകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് വരിക, അവിടുത്തെ നുബുവത്തിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ പല കാര്യങ്ങൾ മുൻപുള്ള വേദഗ്രന്ഥങ്ങളിൽ വന്നു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം. നിങ്ങൾക്കറിയുന്ന ആ കാര്യങ്ങളോട് യോജിക്കുന്ന വിധത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. ഒന്നതാണ്. ഇൻഷാ അല്ലാഹ് തഫ്സീറിൽ പിന്നെ രണ്ടാമൊരിക്കൽ കൂടി അത് പറയാം. അപ്പം ഇത് പറഞ്ഞു തീർക്കാം. അപ്പം നിങ്ങൾക്ക് അറിവുള്ള കാര്യം, തൗറാത്തിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ, അതിൽ വന്നതാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ, അതിനോട് യോജിക്കുന്ന വിധത്തിൽ ഞാൻ അവതരിപ്പിച്ച ഖുർആൻ, അത് നിങ്ങൾ സ്വീകരിക്കുക. വലാ തകൂനു അവ്വല ഫരീഖിൻ. കണ്ടില്ലേ, ഇബ്നു തൈമി പറഞ്ഞതേ വാക്കാണത്. വലാ തകൂനു അവ്വല ഫരീഖിൻ, നിങ്ങളാകരുത്. ആരാകരുത്? അവ്വല ഫരീഖ്. ഫിർഖത്ത് എന്നൊക്കെ പറയില്ലേ, ആദ്യത്തെ കക്ഷിയാകരുത്, ആദ്യത്തെ കൂട്ടരാകരുത്. അവ്വല ഫരീഖിൻ മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽപ്പെട്ട ആദ്യത്തെ വിഭാഗം നിങ്ങളാകരുത്. യക്ഫുറു ബിഹി, യക്ഫുറു നിഷേധിക്കുന്ന, ബിഹി അതിനെ
ഖുർആനിനെ നിഷേധിക്കുന്ന വേദക്കാരിൽപ്പെട്ട ആദ്യത്തെ വിഭാഗമായി നിങ്ങൾ മാറരുത്. വലാ തസ്തബ്ദിലു, അത് ഇതിൻ്റെ തഫ്സീറ. വലാ തശ്തറു, അഹ്സൻത്. വലാ തസ്തബ്ദിൽ, ഇസ്തബ്ദല എക്സ്ചേഞ്ച് ചെയ്യരുത്. ഇസ്തിബ്ദാൽ, കടയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അറിയണ്ടാവും ഈ വാക്കുകളൊക്കെ. സാധനം കേടുവന്നാൽ വന്നിട്ട് പറയില്ല ഇസ്തിബ്ദാൽ. വലാ തസ്തബ്ദിലു, നിങ്ങൾ പകരമായി സ്വീകരിക്കരുത്. ബി ആയാതി, എൻ്റെ ആയത്തുകൾ കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ആയത്തിന് പകരമായി നിങ്ങൾ സ്വീകരിക്കരുത്. സമനൻ ഖലീലൻ, സമനൻ വില, ഖലീലൻ തുച്ഛമായ വില നിങ്ങൾ പകരമായി സ്വീകരിക്കരുത്. എൻ്റെ ആയത്ത് വിറ്റിട്ട് അതിന് പകരം തുച്ഛമായ വില സ്വീകരിക്കും. എന്തായാലും തുച്ഛമായ വില. മിൻ ഹുതാമി ദുനിയ അസ്സാഇൽ, ഹുതാം എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ, ദുനിയാവിൻ്റെ അസ്സാഇൽ, സാഇൽ നീങ്ങിപ്പോകുന്ന. അതിൻ്റെ മാതി എങ്ങനെ? സാല, അഹ്സൻത. മുബാരി എങ്ങനെ ആയിരിക്കും? യസൂലു, സാല യസൂലു. അപ്പോൾ നീങ്ങിപ്പോകുന്നതായ, നീങ്ങിപ്പോകുന്ന അവസാനിക്കുന്നതായ, നിലനിൽക്കുന്നത് ദുനിയാവിലുള്ള വിഭവങ്ങൾ ഇല്ല. എത്ര സമ്പാദിച്ചാലും നിലനിൽക്കില്ല, ഒക്കെ നീങ്ങിപ്പോകാനുള്ളതാണ്. എന്തൊക്കെ സംഭവിച്ചിട്ടില്ല, അതൊക്കെ ദുനിയാവ് എന്തായാലും ഇല്ലാതെയോ. ദുനിയാവ് നീങ്ങിപ്പോകുന്ന ഈ ദുനിയാവിലെ വിഭവങ്ങൾ, തുച്ഛമായ വിഭവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എൻ്റെ ആയത്തുകൾ അത് പകരം കൊടുക്കരുത്. വ ഇയ്യായ വഹ്ദി, എന്നെ മാത്രം, എനിക്ക് വേണ്ടി മാത്രമായി ഫഅമലു, നിങ്ങൾ പ്രവർത്തിക്കുക. എങ്ങനെ പ്രവർത്തിക്കുക? ബിതാഅതി, എന്നെ അനുസരിച്ചുകൊണ്ട്, എന്നെ അനുസരിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുക. വത്റുകു മഅസിയതി, വത്റുകു നിങ്ങൾ ഉപേക്ഷിക്കുക. മഅസിയതി, എന്താ മഅസിയത്ത് എന്നാൽ? ധിക്കാരം, തിന്മ, പാപം. മഅസിയതി എന്ന് പറഞ്ഞാലോ എന്നെ ധിക്കരിക്കുന്നത്, എന്നെ ധിക്കരിക്കുന്നത് നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക. മനസ്സിലായില്ല അർത്ഥങ്ങൾ? കുറേ അർത്ഥങ്ങൾ ഇങ്ങനെ കിട്ടിയിരുന്നല്ലേ? അൽഹംദുലില്ലാഹ്. അപ്പോൾ നോക്കൂ, ഓരോ ആയത്തുകളും വാമിനു ബിമാ അൻസൽത്, അപ്പോൾ അത് ഖുർആനാണ്. തഫ്സീറിൽ നമ്മൾ പറഞ്ഞു. മുസദ്ദിഖൻ എന്ന് പറഞ്ഞാൽ അത് തൗറാത്തിലുള്ളതിനോട് യോജിച്ചത്. വലാ തകൂന അവ്വല കാഫിരിൻ ബിഹി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ കക്ഷിയാകരുത്, നിഷേധിക്കുന്ന ആളുകളാവരുത്. തശ്തറു ബിആയതി സമനൻ ഖലീല എന്ന് പറഞ്ഞാൽ ദുനിയാവിൻ്റെ വിഭവങ്ങളാണ് അടുത്ത ഉദ്ദേശം. ഫത്തഖൂൻ, നോക്കൂ, തഖ്വയുടെ തഫ്സീർ പലപ്പോഴും ഇതെങ്ങനെ തന്നെ ഇരിക്കും. തഖ്വ എന്ന് പറഞ്ഞാൽ പിന്നെ അൽ അമലു ബിതാഅത്തില്ലാഹ് വതർക്കു മാസിയത്തില്ലാഹ്, ഇതാണ് തഖ്വ. അതെല്ലാം ധാരാളം തവണ ഈ തോന്നുന്നു എനിക്ക് ഈ തഖ്വയുടെ തഫ്സീർ ഇതേപോലെ തന്നെ നമ്മൾ വായിച്ചത്. തഖ്വ എന്ന് പറഞ്ഞാൽ അതാണ്, എന്നെ അനുസരിക്കുക, ധിക്കരിക്കാതിരിക്കുക, ഞാൻ തഖ്വ. ശരി. വആമിനു, ഈമാൻ എന്താണെന്ന് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു. ഈമാൻ എന്ന വിശ്വസിക്കലാണ്, പക്ഷേ അത് ഭാഷാപരമായ അതിൻ്റെ അർത്ഥമാണ്. ഈമാൻ എന്നതിൻ്റെ ഭാഷാപരമായ അർത്ഥമാണ് കേവലം സത്യപ്പെടുത്തുക എന്നുള്ളത്. ഒരു കാര്യം സത്യപ്പെടുത്തിയത് ഈമാൻ, അത് ഭാഷയിൽ. പക്ഷേ ദീനിൻ്റെ ഭാഷയിലോ ഈമാൻ എന്ന് പറഞ്ഞാൽ കേവല സത്യപ്പെടുത്തലല്ല, പിന്നെയോ അമലിലേക്കും അനുസരണത്തിലേക്കും നയിക്കുന്ന വിധത്തിലുള്ള സത്യപ്പെടുത്തലാണ്. അതുകൊണ്ട് ഇബ്നുൽ ഖയ്യിം അദ്ദേഹം കിതാബ് സ്വലാ എന്ന ഗ്രന്ഥത്തിൽ വളരെ മനോഹരമായ ചില വാക്കുകൾ അദ്ദേഹം പറഞ്ഞു. നിസ്കാരം ഉപേക്ഷിക്കുന്ന ആൾക്കാരെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരാൾ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും എന്നിട്ട് നിസ്കാരം അതിൻ്റെ സമയത്തിനപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടുപോയി ചെയ്യുന്നുണ്ടെങ്കിൽ, അവൻ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം യാതൊരു എഴുതറും ഇല്ലാതെ നീക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹം പറയണം ഇത് ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ അയാൾ വിശ്വസിച്ചു എന്ന് പറയാൻ പറ്റും? വിശ്വാസമുള്ള ഒരാൾക്ക് എന്തായാലും സത്യസന്ധമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ നിസ്കാരം ഒഴിവാക്കിയാൽ അങ്ങനെയാണ് എന്ന് മനസ്സിലാവുന്ന ഒരാൾ, ആ കിതാബ് അദ്ദേഹം തുടങ്ങിയത് അദ്ദേഹം പറഞ്ഞു, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ വിചരിക്കുകയും മോഷ്ടിക്കുകയും കൊലപാതകം നടത്തുകയും ഒക്കെ ചെയ്തവരെക്കാൾ വലിയ അതിക്രമമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നതിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ അപ്രത്യക്ഷമില്ല നടത്താൻ. ഇതൊരാൾക്ക് മനസ്സിലായിട്ട് വിശ്വസിച്ചതിന് ശേഷം അയാൾ നിസ്കാരം ഉപേക്ഷിക്കുന്നുണ്ട് എങ്കിൽ എങ്ങനെ അയാൾ ഈ പറഞ്ഞത് വിശ്വസിച്ചു എന്ന് പറയാൻ സാധിക്കും? ഇപ്പോൾ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തസ്ദീഖുൻ മഅൽ തസ്ദീഖുൻ മഅൽ ഇനാബത്തി വൽ ഖബൂൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അതിന് കീഴൊതുങ്ങുന്ന വിധത്തിലുള്ള വിശ്വസിക്കലാണ്. അല്ലാതെ കേവലം മനസ്സുകൊണ്ട് എനിക്ക് അറിയാം ഇതൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇതൊക്കെ സത്യമാണ് എന്ന ഉറച്ച ബോധം ആർക്കുണ്ട്?
ഇബ്ലീസിനുണ്ട്. ഇബ്ലീസ് മുസദ്ദിഖാണ്, ഈ പറഞ്ഞൊക്കെ ഹക്കാണെന്നറിയാം. അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല, അവനത് അമലിലേക്ക് നയിച്ചിട്ടില്ല. അപ്പോൾ കേവലം ഇത് സത്യമാണെന്ന വിശ്വാസം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഹസനുൽ ബസ്രി അദ്ദേഹം പറഞ്ഞതുപോലെ അൽ ഈമാനു ലൈസൽ ഈമാനു ബിത്തമന്നി വല ബിത്തഹല്ലി. ഈമാൻ എന്നാൽ കേവലം സ്വപ്നം കാണലല്ല, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഇതല്ല, ഈ സ്വപ്നമല്ല, പകൽക്കിനാവുകളല്ല ഈമാൻ എന്നാൽ. വലാകിന്നഹു ഷൈഉൻ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമൽ. ഹൃദയത്തിൽ അടിയുറക്കുകയും അമൽ അതിനെ സത്യപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനാണ് ഈമാൻ എന്ന് പറയുക. ഹൃദയത്തിൽ വിശ്വാസമുണ്ട്, ആ വിശ്വാസം അതിനെ സാധൂകരിക്കുന്ന പ്രവർത്തനം ഉണ്ടാകുമ്പോഴാണ് അതിന് ഈമാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ആമിനു എന്ന് പറയുമ്പോൾ അഹ്ലുൽ കിതാബിനോട് പറയുന്നത് എന്തല്ല, നിങ്ങൾ കേവലം ഇതൊക്കെ സത്യമാണെന്ന് അംഗീകരിക്കണമെന്നല്ല, കാരണം അവർക്ക് സത്യമാണെന്ന് അറിയായിരുന്നു. മറിച്ച് നിങ്ങൾ സത്യമാണെന്ന് അംഗീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. കാരണം അതുകൊണ്ടാണ് തൊട്ട് ശേഷമുള്ള ആയത്തുകൾ പിന്നെ എന്ത് പറഞ്ഞത്, വഖീമുസ്സലാ വആതുസ് സക്കാ വർക്കഉ മഅറാക്കിഈൻ, നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം. ഈമാൻ പറഞ്ഞ് തൊട്ട് ശേഷം അമലു സാലിഹാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വആമിനു ബിമാ അൻസൽത്, ഞാൻ അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കണം. ഈ പ്രയോഗം ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 2-ാമത്തെ സ്ഥലത്താണ്. 1-ാമത്തെ എവിടെ? ഇതേ വാക്ക് തന്നെ ആവണമെന്നില്ല കേട്ടോ, ഇതേ കാര്യം. അതല്ല, അതിൻ്റെ മുന്നുണ്ട് അൻസൽത്ത്. അൻസൽത്ത് എന്നുള്ള വാക്ക് വേറെ വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ടുണ്ട്, അതിൻ്റെ മുന്നേ തുടക്കത്തിൽ الذين يؤمنون بما أنزل إليك وما أنزل من قبلك. അവിടെ ഇതേ കാര്യം വന്നിട്ടുണ്ട്. അൻസൽത്ത് ഇലൈക മുസദ്ദിഖൻ ലിമാ മഅക്കും, നിങ്ങളോടൊപ്പം ഉള്ളതിനെ സത്യപ്പെടുത്തുന്ന ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ ഖുർആൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് മുഅ്മിനീങ്ങളുടെ സ്വഭാവം എന്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചതും അവിടത്തേക്ക് മുൻപുള്ളവർക്ക് അവതരിപ്പിച്ചതും വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? തുടക്കത്തിൽ പറഞ്ഞു. മുഅ്മിൻ്റെ സ്വഭാവം അതാണ് എന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സൂചനാപരമായ ഓർമ്മപ്പെടുത്തലുണ്ട്. അഹ്ലുൽ കിതാബുകാരെ, നിങ്ങൾ തൗറാത്തിൽ ഇഞ്ചിലൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ഞാൻ അവതരിപ്പിച്ച ഖുർആൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ മുഅ്മിനീങ്ങൾ ആരാണ്? അവർ തൗറാത്തിൽ ഇഞ്ചിയിൽ നിങ്ങളൊപ്പമുള്ളതിൽ അവർ വിശ്വസിച്ചിട്ടുണ്ട്, ഞാൻ പിന്നീട് അവതരിപ്പിച്ച ഖുർആനിൽ അവർ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ്റെ തുടക്കത്തിൽ ഈമാനിൻ്റെ ഭാഗമാണ് എല്ലാത്തിലും വിശ്വസിക്കുക എന്നത് സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിലുണ്ട്, അവസാനത്തിലുണ്ട്. അവസാനത്തിലുണ്ട് ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹിം കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി എന്ന് തുടങ്ങുന്ന ആയത്ത്. അപ്പോൾ വആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅക്കും, നിങ്ങൾ പറഞ്ഞതിനോട് നിങ്ങളോടൊപ്പം ഉള്ളതിനെ സത്യപ്പെടുത്തുന്ന ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കുക. മാത്രമല്ല ഈമാനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിന് മുൻപ് പല സ്ഥലത്തായിട്ട് വീണ്ടും പലതവണ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിൽ ഈമാൻ സ്വീകരിച്ച മുഅ്മിനീങ്ങളെ പുകഴ്ത്തുന്ന വാക്കുകളുണ്ട്, അല്ലേ? ദാലിക ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂൻ. അവിടെയൊക്കെ യുഅ്മിനൂൻ എന്നുള്ളത് ഈമാൻ സ്വീകരിച്ചവർക്കുള്ള പ്രശംസ ആയത്തിൻ്റെ ആരംഭത്തിലുണ്ട്. നോക്കൂ, ശ്രദ്ധിക്കുക നിങ്ങൾ. സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിൽ ഇതിന് ശേഷമാണ് ഇവരോട് ഈമാൻ സ്വീകരിക്കാൻ പറയുന്നത്. ബഖറയുടെ ആരംഭത്തിൽ ഈമാൻ സ്വീകരിച്ച ആൾക്കാർക്കുള്ള പ്രശംസയുണ്ട്. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ഒക്കെ ഇതൊക്കെ ഈമാനിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉപമകൾ വിവരിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഫഅമ്മല്ലദീന ആമനു ഫയഅലമൂന അന്നഹു അൽ ഹഖ്ഖു മിർ റബ്ബിഹിം. അവിടൊക്കെ നോക്കും മുഅ്മിനീങ്ങൾ അല്ലാഹു പുകഴ്ത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞു ഇല്ല. രണ്ടാമത് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. എന്താ സന്തോഷ വാർത്ത? വബശ്ശിരില്ലദീന ആമനു വഅമിലു സ്സാലിഹാത്ത്. ബിശാറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ബിശാറത്ത് സന്തോഷ വാർത്ത അറിയിക്കുന്നത് സൂറത്തിൻ്റെ തുടക്കങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഇതിൻ്റെ തുടർച്ചയാണിത്.
അതുപോലെ തന്നെ ഈമാൻ സ്വീകരിക്കാത്ത ആളുകൾക്കുള്ള താക്കീതുമുണ്ട്. ഇവിടെ സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിൽ തന്നെ ഉണ്ട്, ഇന്നല്ലദീന സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം. ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ വആമിനു, നിങ്ങൾ ഈമാൻ സ്വീകരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞു. തുടക്കത്തിൽ ഈമാനിനെ കുറിച്ചുള്ള സൂചനകൾ പല രൂപത്തിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട്. മുസദ്ദിഖൻ ലിമാ മഅക്കും, നിങ്ങളോടൊപ്പം ഉള്ളതിന് സത്യം. അതായത് തൗറാത്ത് ആണ് പ്രധാനമായും ഉദ്ദേശം. കാരണം ഇഞ്ചീൽ അതിൻ്റെ ഏറെക്കുറെ ഏതാണ്ട് എല്ലാ ഭാഗവും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. എന്നാൽ തൗറാത്ത് പല പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൗറാത്തിൽ ഇപ്പോഴും എന്തുണ്ട്, അതിൻ്റെ അവതരിപ്പിക്കപ്പെട്ട രൂപത്തിലുള്ള ചില ഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏതാണത് എന്ന് ഉറപ്പിച്ചു പറയുക സാധ്യമല്ലെങ്കിൽ പോലും തൗറാത്തിൻ്റെ വലിയൊരു പങ്ക് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തൗറാത്തിൽ വലിയ സമാനതകൾ കാണാൻ പറ്റും. ചരിത്രത്തിലും വിശദാംശങ്ങളൊക്കെ തൗറാത്തിൽ ധാരാളം സമാനതകൾ ഖുർആനിലുള്ളതിനോട് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങളുടെ പക്കലുള്ളതിനെ സത്യപ്പെടുത്തുന്നത്. എന്താ ഈ സത്യപ്പെടുത്തുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം? ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിനെക്കുറിച്ചും സഹാബികളെക്കുറിച്ചും ഇസ്ലാം ദീനിനെക്കുറിച്ചും എല്ലാമുള്ള പ്രവചനങ്ങളുണ്ട്. ആ പ്രവചനങ്ങളെ സത്യപ്പെടുത്തുന്ന വിധത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചിരിക്കുന്നത്. കാരണം ഖുർആൻ വന്നതോടുകൂടി അതൊക്കെ സത്യമാണെന്നായി. ഇത്രയും കാലത്ത് പ്രവചനമായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. ആ പ്രവചനം സത്യമായി പുലർന്നത് എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോഴാണ്. കാരണം അവരുടെ പ്രവചനമായിരുന്നു ഖുർആനുള്ളത്. മാത്രം ഇന്ന് കാലത്ത് നിങ്ങൾക്ക് തൗറാത്തിൽ ആളുകളോട് ചോദിക്കാൻ പറ്റും, ഈ പ്രവചനമൊക്കെ ഇതിലുണ്ട്, ഒരാൾ വരാനുണ്ട്. ഇത് എവിടെ പുലരുന്ന്? ഇത്ര കാലം ഇത് അവതരിച്ചിട്ട് ഇക്കണ്ട കാലം അത്രയുമായിട്ട് ഒരാൾ വന്നിട്ടില്ല. പിന്നെ വന്നതാകുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വന്നു എന്ന് മാത്രമല്ല, അവിടുത്തെ ദീന് മറ്റെല്ലാ ദീനുകളെയും കവച്ചു വെക്കുന്ന വിധത്തിൽ ഇങ്ങനെ പ്രചരിച്ചു. ഒരു മരുഭൂമിൻ്റെ ഉള്ളിലായിരുന്നു ഇതുണ്ടായിരുന്നത്. പുറത്തേക്ക് കടക്കാൻ കാര്യമായ സഹായങ്ങളൊന്നും ഇല്ലാതെയാണ് ഇത് പ്രചരിച്ചത്. അതുകൊണ്ട് നസാറാക്കളിൽ പലരുടെയും വിശ്വാസം ഈ ഖുർആൻ അവരിൽ പലരും പഠിപ്പിച്ചു കൊടുക്കുന്നത്, പള്ളിയിലും മറ്റും പറഞ്ഞു കൊടുക്കുന്നത് ഇത് പിശാച് അവതരിപ്പിച്ചാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ലോകങ്ങളെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പിശാചിൻ്റെ ഒരു ദീനിന് ഇങ്ങനെ പ്രചാരണം കൊടുക്കുമോ? ഈ രൂപത്തിൽ പിശാച് അവതരിപ്പിച്ചൊരു കാര്യത്തിന് ഒരിക്കലും അതുണ്ടാവില്ല. ഇങ്ങനെ പിശാച് അവതരിപ്പിച്ചൊരു കാര്യത്തിന് ഇങ്ങനെ വിജയം കൊടുക്കാതെ എത്ര വർഷമായി 14 നൂറ്റാണ്ടുകളായി. അതാകട്ടെ ഇത് ഉണ്ടായിരുന്നത് എവിടെയാണ്? ഒരു മരുഭൂമിയിലാണ്. ചരിത്രം വായിച്ചാൽ പലരും രേഖപ്പെടുത്തിയേക്കാണ്. അറബ് ഉപദ്വീപുകൾ ഒരു 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 ഒറ്റപ്പെട്ട രൂപത്തിലാണ് കഴിഞ്ഞിരുന്നത്. മറ്റ് സാമ്രാജ്യങ്ങളൊക്കെ പലയിടങ്ങളിലേക്കും, പേർഷ്യൻ സാമ്രാജ്യവും റോമാ സാമ്രാജ്യവും ഒക്കെ അവരുടെ അതിരുകൾ വികസിപ്പിക്കാനുള്ള മത്സരങ്ങളിലായിരുന്നു. പക്ഷെ അറബ് നാടുകളിലേക്ക് ഒരു തിരിഞ്ഞു നോക്കിയിട്ടില്ല. തിരിഞ്ഞു നോക്കാതിരുന്നതിൻ്റെ കാരണം അതിന് ഒരു യാതൊരു വിലയില്ലാത്തൊരു സമൂഹമായിരുന്നു അവർ. പക്ഷേ 23 വർഷക്കാലത്ത് ഘട്ടത്തിലെ ദഅവത്ത് കൊണ്ട് ഈ സമൂഹമാണ് പേർഷ്യയുടെയും റോമയുടെയും വാതിൽ പോയി മുട്ടുന്നത്. എന്നിട്ട് അവരെ കീഴടക്കുന്നത്. കിസ്രയും കൈസറിനെയും പുറത്തിറക്കിയെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രവചനം, അവിടുത്തെ വാക്ക് സത്യമായി പുലർന്നു. അവിടുന്ന് പറഞ്ഞു, കിസ്ര നശിച്ചാൽ ഇനിയൊരു കിസ്ര ഉണ്ടാവുകയില്ല, കൈസർ ഇല്ലാതെയൊക്കെ ഇനിയൊരു കൈസർ ഉണ്ടാവില്ല. ഉണ്ടായിട്ടില്ല. 14 നൂറ്റാണ്ടായിട്ട് ഉണ്ടായിട്ടില്ല. കിസ്ര തകർന്നതിന് ശേഷം പിന്നെ ഒരു കിസ്ര വന്നിട്ടില്ല. അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ പെട്ടതാണ്. ഇനിയൊരു കിസ്ര ഉണ്ടാവുകയില്ല. കിസ്ര തകർന്നു കഴിഞ്ഞാൽ ഇനി കിസ്ര ഉണ്ടാവുകയില്ല. കൈസർ തകർന്നു കഴിഞ്ഞാൽ പിന്നെ കൈസർ ഉണ്ടാവുകയില്ല. ഉണ്ടായിട്ടില്ല പിന്നീട്. മാത്രമല്ല സുബ്ഹാനല്ലാഹ്, അവിടുന്ന് പ്രവചിച്ചത് ഓരോന്നായി പുലർന്നു. അവിടുന്ന് ഓരോന്ന് യമൻ കിടക്കുന്ന പറഞ്ഞാൽ യമൻ കിടക്കി, റോമ കിടക്കുന്ന പറഞ്ഞാൽ റോമ കിടക്കി, പേർഷ്യ കിടക്കുന്ന പറഞ്ഞാൽ കിടക്കി, കടൽ കിടക്കുന്ന പറഞ്ഞാൽ മുആവിയ റളിയല്ലാഹു കാലത്തേക്ക് കടന്നു. അവിടുന്ന് പറഞ്ഞു സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഇത് ചിലത് പറഞ്ഞത് ഏത് സമയത്താണെന്നറിയോ? ഖന്തഖിൽ മക്കയിലെ മുശ്രിക്കുകൾ 10,000 വരുന്ന സൈന്യവുമായിട്ട് അപ്പുറത്ത് വന്ന് നിൽക്കുമ്പോൾ ഇവരെ മദീനയിലേക്ക് കടക്കാതെ പ്രതിരോധിക്കാൻ വേണ്ടി കിടങ്ങു കുഴിക്കുന്ന സന്ദർഭത്തിൽ കുഴിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചില സഹാബികൾ വന്നിട്ട് പറഞ്ഞു, നബിയെ വിശന്നിട്ട് വയറിൽ കല്ല് കെട്ടിയിട്ടാണ് ഞങ്ങൾ കുഴിക്കുന്നത്. ഒരു വിശപ്പിനെ കുറിച്ച് ആവലാതി പറഞ്ഞപ്പോൾ അവിടുന്ന് തൻ്റെ വയറ്റിൽ 2 കല്ല് കെട്ടിയിട്ടുണ്ട്. ഇത് കാണിച്ചു കൊടുത്ത് അവിടുന്ന് അവർ പറഞ്ഞു, നബിയെ ഇത് അവർ കല്ല് പൊട്ടിച്ചിട്ട് പൊട്ടുന്നില്ല,
അപ്പോൾ അവിടുന്ന് മഴുവെടുത്ത് അതിൻ്റെ മേൽ ആഞ്ഞടിച്ചപ്പോൾ തീപ്പൊരി വാറുകയും അവിടുന്ന് പറഞ്ഞു, ഇതാ എനിക്ക് അള്ളാഹു പിന്നെ പേർഷ്യയുടെ വിജയം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എനിക്ക് റോമ, ഇത് ഏത് സമയത്ത് ഈ പറയുന്നത് 10,000 വരുന്നൊരു സൈന്യം അവർ മദീനയിലേക്ക് തടയാതിരിക്കാനും അവരെ മദീനയിലേക്ക് കടക്കാതെ തടയുന്നതിന് വേണ്ടി കിടങ്ങു വെച്ചുകൊണ്ടിരിക്കുകയാണ്, അത് തന്നെ പട്ടിണിയിലും. അപ്പോഴാണ് അവിടുന്ന് പറഞ്ഞത്. പിന്നീട് അതുപോലെ പുലരാൻ അതുപോലെ സുബ്ഹാനല്ലാഹ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് എനിക്ക് ഈ ആയത്ത് അസാറാക്കൾ ഇത് കേട്ടിരുന്നെങ്കിലെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇങ്ങനെ ഒരു ദീൻ എങ്ങനെ പ്രചരിക്കുക. ഒരു മനുഷ്യൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ദീന് പ്രചരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ തൗറാത്തിലുള്ളതിനെ സത്യപ്പെടുത്തുന്നതാണ് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിലെന്താണോ പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുകൊണ്ട് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്നെ പേർഷ്യയിൽ നിന്ന് അദ്ദേഹം ഹക്ക് അന്വേഷിച്ച് ആദ്യം യഹൂദൻ്റെ അടുത്ത് പോയി, നസ്രാനിയുടെ അടുത്ത് പോയി. അവസാനം അദ്ദേഹം പല പുരോഹിതന്മാരുടെ കൈകളിൽ കൈമാറപ്പെട്ടു. അവസാനം ഒരാൾ പറഞ്ഞു, ഇനി എനിക്ക് ഒരാളടുത്ത് പോകാൻ നിന്നോട് പറയാനില്ല, നാട്ടിൽ ഇനിയൊരാളില്ല. അതുകൊണ്ട് ഇനി ഒരു പ്രവാചകൻ വരാനുള്ള സമയമായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇത് ഇന്ന അടയാളങ്ങളുണ്ട്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്തുണ്ടായിരുന്ന നുബുവത്തിൻ്റെ അലാമത്തായിരുന്നു, നുബുവത്തിൻ്റെ ഖാത്തമിൻ്റെ അടയാളമായിരുന്നു. അപ്പം അവിടുന്ന് അദ്ദേഹം ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് അദ്ദേഹം അത് കാണാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അവിടുന്ന് കാണുകയും ചെയ്തു. അദ്ദേഹം വിശ്വാസിയാവുന്നത്. അവിടുത്തെ കുറിച്ച് എന്തൊക്കെ പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പുലരുകയാണ് ചെയ്തത്. തൗറാത്തിൽ വന്ന പ്രവചനങ്ങൾ അതുപോലെ പുലരുകയാണ് ഉണ്ടായത്. അവിടുത്തെ കുറിച്ച് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാടിനെ കുറിച്ച് ഇപ്പോഴും ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ ചില എഴുതിയ ലേഖനങ്ങൾ കാണാം. ഇപ്പോഴും നിലനിൽക്കുന്ന തൗറാത്തിൽ മക്കയെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. നേരെ വായിച്ചാൽ നമുക്ക് തോന്നുന്നത് മക്കയാണ്, പർവ്വതങ്ങൾ നിലനിൽക്കുന്ന, പിന്നെ വെള്ളം പുറത്തു വരുന്ന. എനിക്കിതിന് വരികളെക്കുറിച്ച് വിശദാംശങ്ങൾ അറിയില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരെ കുറിച്ച് എന്താണോ തൗറാത്തിൽ പറഞ്ഞത് അത് സത്യമായി പുലർത്തുന്ന വിധത്തിലാണ് ദീന് വന്നത്. അപ്പം നിങ്ങൾ ഇത് കയ്യിലുള്ള ആൾക്കാർ നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടിയിരുന്നത്. കാരണം നമ്മുടെ കിതാബിലുള്ളത് ഇത് സത്യമായി പുലർന്നിരിക്കുന്നു എന്നായിരുന്നു നിങ്ങൾ പറയേണ്ടിയിരുന്നത്. ഒന്നതാണ്. രണ്ട്, മുസദ്ദിഖൻ ലിമാ മഅക്കും എന്ന് പറഞ്ഞതിൻ്റെ രണ്ടാമത്തെ അർത്ഥം തൗറാത്തിൽ പറയപ്പെട്ട കാര്യങ്ങൾ, ആദർശപരമായ പല വിഷയങ്ങൾ, തൗഹീദ്, അതുപോലെ തന്നെ വിധിവിലക്കുകൾ, നബിമാരുടെ ചരിത്രങ്ങൾ, ഈ പറഞ്ഞ പല കാര്യങ്ങളും വിശുദ്ധ ഖുർആൻ സത്യപ്പെടുത്തുന്നുണ്ട്. അവർ കൈകടത്തിയ കാര്യങ്ങൾ ഒഴിച്ചെടുത്തിയാൽ ഖുർആൻ പറഞ്ഞത് ആ പറഞ്ഞതിനോട് യോജിച്ചതാണെന്ന് മാത്രമല്ല, അവർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഖുർആനിലുണ്ട്. അവർക്ക് നൽകപ്പെട്ടതിനേക്കാൾ കൂടുതൽ ചില വിശദാംശങ്ങൾ എവിടെയുണ്ട്? വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോൾ ഈ രണ്ടർത്ഥത്തിലാണ് ഈ തസ്ദീഖ് ഉണ്ടായത്. ഒന്ന്, അവരുടെ കിതാബിലുണ്ടായിരുന്ന പ്രവചനങ്ങൾ ഖുർആനിലൂടെ സത്യമായി പുലർന്നു. ഒന്നതാണ്, സത്യമായി പുലർന്നു എന്നതാണ്. രണ്ടാമത്തെ കാര്യം, അവരുടെ കിതാബിലുണ്ടായിരുന്ന ആദർശങ്ങളെ ഖുർആൻ, എല്ലാ കാര്യങ്ങളും അല്ല, മറിച്ച് ഖുർആനോട് യോജിക്കുന്ന കാര്യം, അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ വന്നത്. സത്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്, അത് അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് അറിയിച്ചുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ. ഈ രണ്ടർത്ഥത്തിലും ഖുർആൻ എന്താണ്? മുസദ്ദിഖൻ ലിമാ മഅക്കും. ഇബ്നു ഉസൈമീൻ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞ കാര്യമാണിത്. അപ്പോൾ ഖുർആനിലും അതുപോലെ തന്നെ ഖുർആൻ സത്യപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കാതെ പറഞ്ഞതോടുകൂടി ഇവിടെ ഈമാൻ കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു അസലാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഏതാണ്? അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള വിശ്വാസം. ഷെയ്ഖുൽ ഫൗസാൻ അദ്ദേഹം ആയത്തിൻ്റെ തഫ്സീർ അദ്ദേഹം പറഞ്ഞു, വആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅക്കും, നിങ്ങളുടെ പക്കലുള്ളതിനെ സത്യപ്പെടുത്തുന്ന ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞത് ഒരർത്ഥത്തിൽ അവരുടെ മേൽ ഈ സത്യം സ്വീകരിക്കാതെ മറ്റൊരു വഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തലാണ്. ഇതല്ലാതെ നിങ്ങൾ വേറെ വഴിയില്ല. കാരണം എന്താണ്? നിങ്ങൾ ഖുർആനിൽ ഖുർആൻ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിട്ടില്ലെങ്കിൽ തൗറാത്ത് കളവാണെന്ന് പറയേണ്ടി വരും. കാരണം തൗറാത്തിൽ പറഞ്ഞ കാര്യത്തിന് യോജിച്ചുകൊണ്ടാണ് ഇവിടുന്ന് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ തൗറാത്തിന് നിങ്ങൾ കളവാക്കി തരാം. തൗറാത്തിൽ വന്നത് അതുപോലെ പുലരാണ് ചെയ്തത്. തൗറാത്തിൽ വന്നതിനെ നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു?
തൗറാത്തിനെ തന്നെ നിഷേധിക്കുന്നവരായി മാറുന്നതാണ്. ഈ ഒരു സൂചന ആ ആയത്തിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. മറ്റൊരു സൂചനയുള്ളത് വല ആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅക്കും, ഞാൻ അവതരിപ്പിച്ചത് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ല ഈ ഖുർആൻ കൊണ്ടുവന്നത്, മറിച്ച് ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്തൽ അതിലുണ്ട്. വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹ്, നോക്കൂ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹ്, നിങ്ങൾ ഇതിൽ ആദ്യമായി നിഷേധിക്കുന്നവരാകരുത് എന്നാണ് പറഞ്ഞത്. വലാ തക്ഫുറു ബിഹി എന്നല്ല, നിങ്ങളിതിനെ നിഷേധിക്കരുത് എന്ന് പറയുന്നതും വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി എന്ന് പറയുന്നതും നല്ല വ്യത്യാസമുണ്ട്. ഒരേ സമയം ആ വാക്ക് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തർഗീബുമാണ്, മറ്റൊരർത്ഥത്തിൽ തർഹീബുമാണ്. നിങ്ങൾ ഇതിനെ ആദ്യം നിഷേധിക്കുന്നവരാകരുത് എന്ന വാക്ക് ഒരേ സമയം എന്താണ്? ഒരേ സമയം നിങ്ങളിത് സ്വീകരിക്കാനുള്ള പ്രേരണയും അതിലുണ്ട്, സ്വീകരിക്കാതിരുന്നെങ്കിൽ നിങ്ങളെ ബാധിക്കുന്ന അപകടത്തെക്കുറിച്ചുള്ള താക്കീതും അതിലുണ്ട് ഒരേ സമയം. ആ ആയത്ത് സുബ്ഹാനല്ലാഹ് അജീബായ വാക്കാണ്, വലാ തകൂന അവ്വല കാഫിരിൻ ബിഹി. അത് ഒരേ സമയം അവർക്കുള്ള പ്രോത്സാഹനം അതിലുണ്ട്, നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ള പ്രോത്സാഹനമുണ്ട്. കാരണം എന്താ? നിങ്ങൾ ജനങ്ങൾക്കിടയിൽ അറിവുള്ളവരാണ്. അറിവുള്ള ആൾക്കാർ അറിവില്ലാത്തവരെ പോലെ ആകരുത്. നിങ്ങൾക്ക് അറിവുണ്ടായിട്ടും നിങ്ങൾ എന്ത് ചെയ്യരുത്? നിഷേധിക്കാൻ. നിങ്ങളായിരുന്നു ഇത് ആദ്യം സ്വീകരിക്കേണ്ടിയിരുന്നത്. മനസ്സിലായി പറഞ്ഞേ വലാത്തക്കൂന പോലെ കാഫിരിൻ ബിഹി, നീ എന്നെ ഇതിനെ ആദ്യം നിഷേധിക്കരുത്, നിനക്ക് വിവരമുണ്ട്, എന്നിട്ട് നീ ഇങ്ങനെ ചെയ്യരുത്. നോക്കൂ, അത് ഒരേ സമയം അവർക്ക് വിശ്വസിക്കാനുള്ള പ്രേരണ നൽകുന്ന വാക്കാണ്. മാത്രമല്ല അതിൽ അവരോടുള്ള പരിഗണനയുണ്ട്. അഹ്ൽ കിതാബിന് പൊതുവേ ദീനുൽ ഖുർആനിൽ എന്തിൻ്റെ പരിഗണന കാണാം. അങ്ങനെ ഒരു കിതാബ് നൽകപ്പെട്ടവരാണ്. ഒരിക്കലുള്ള ശ്രദ്ധ എന്താ? മറ്റു പല സമൂഹങ്ങളും കിതാബ് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർ നശിപ്പിച്ചു. ഈ ഖൗമ് അത് കുറേയൊക്കെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് പരിഗണന ഉള്ളത്. പലപ്പോഴും ഖുർആനിൽ പരിഗണനയാണ് അവർക്ക്. ഒരർത്ഥം തിന്ന, അതുപോലെ ഇവരിലെ സ്ത്രീകൾ വിവാഹം കഴിക്കാം. അഹ്ൽ കിതാബിൻ്റെ വിഷയങ്ങളിൽ വിധിവിലക്കുകൾ വ്യത്യാസം വന്നത് ഇവരെ പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ പരിഗണന അവിടെയുണ്ട്. നിങ്ങൾ കിതാബിൻ്റെ അഹൽക്കാരാണ്, നിങ്ങൾ ജാഹിലീങ്ങളല്ല, കിതാബ് കൊണ്ടുനടന്ന ആൾക്കാരാണ്. ഞാൻ അവസാനമായി അവതരിപ്പിച്ച കിതാബ് സ്വീകരിക്കാൻ എന്തുകൊണ്ടും അർഹതയുള്ളവരാണ് നിങ്ങൾ എന്ന ഓർമ്മപ്പെടുത്തൽ അതിലുണ്ട്. അതേ സമയം അവർക്കുള്ള താക്കീതും അതിലുണ്ട്. കാരണം എന്താ? നിങ്ങളിതിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവ്വൽ കാഫിറാണ് നിങ്ങൾ. ആദ്യം നിഷേധിച്ചതിൻ്റെ പ്രശ്നം, ആദ്യം നിഷേധിച്ചവനെ കണ്ട് അവൻ്റെ പിറകിൽ വേറെ ആൾക്കാർ കൂടിയാൽ അവൻ്റെ തെറ്റും കൂടി നിങ്ങളെ തലയിലാണ്. യഹ്മിലു ഔസാറഹും ഔസാറ മൻ തബിഅഹും, അവരുടെ പാപഭാരവും പറയേണ്ടി വരും, അവരുടെ പിറകിൽ വരുന്നവരുടെ പാപഭാരവും നിങ്ങൾ സ്വീകരിക്കേണ്ടി വരും. കാരണം അഹ്ൽ കിതാബുകാർ ഇത് സ്വീകരിച്ചില്ല എന്നുള്ളത് പലർക്കും ഒരു ശുഭത്താണ്. ഇസ്ലാം അത് സ്വീകരിക്കാതിരിക്കാൻ പലരെയും നയിക്കുന്ന ആശയക്കുഴപ്പങ്ങൾക്ക് പുറകെ ഒരു കാരണം എന്താ? വേദക്കാർ സ്വീകരിക്കുക, വിവരമുണ്ടല്ലോ, അവർ സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. നിങ്ങളിത് സ്വീകരിക്കാതെ നിഷേധിച്ചു തള്ളിയാൽ വലാ തകൂന അവ്വല കാഫിരിൻ ബിഹി, നിങ്ങൾ ആദ്യത്തെ കാഫിർ ആവരുത്. എന്തുകൊണ്ട്? നിങ്ങൾ പിറകിൽ വരുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും കാഫിരിങ്ങൾ നിങ്ങളെ പിന്തുടർന്നിട്ടായിരിക്കും വരിക. അവരെ തെറ്റും കൂടി നിങ്ങളെ തലയിലിരിക്കും. പറഞ്ഞേ, അതുകൊണ്ടാണ് വേദക്കാർ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് 2 പ്രതിഫലം ഉണ്ടെന്നാണ്. ഇസ്ലാം സ്വീകരിച്ചിരുന്നെങ്കിൽ അവർക്ക് 2 പ്രതിഫലമുണ്ട്. വേദക്കാരിൽപ്പെട്ട ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചാൽ അവർക്ക് 2 പ്രതിഫലം ഉണ്ടെന്നാണ്. നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിലോ നിങ്ങളെ കണ്ട് പുറകിൽ കൂടിയ ആളുകൾ, അവരുടെ ശിക്ഷ നിങ്ങൾക്കില്ല. രണ്ടാമതൊരു സൂചനയുള്ളത് വലാ തകൂന അവ്വല കാഫിരിൻ ബിഹി, നിങ്ങൾ ആദ്യത്തെ കാഫിർ ആവരുത് എന്ന വാക്ക് ഒരർത്ഥത്തിൽ തൊട്ടു മുൻപ് പറഞ്ഞ മറ്റൊരു കാര്യത്തിൽ സൂചന നൽകുന്നുണ്ട്. തൊട്ടു മുൻപ് പറഞ്ഞ ചരിത്രത്തിൽ അല്ല പറയാം അല്ല അതിൻ്റെ ചില ഇബ്ലീസ് എന്താ? അയ്യോ അഹ്സൻത്, അവ്വൽ കാഫിർ ഇബ്ലീസാണ്. തകൂന അവ്വല കാഫിരിൻ ബിഹി, അള്ളാഹുവിനെ ആദ്യം നിഷേധിച്ച ഇബ്ലീസിനോട് നിങ്ങൾക്ക് സാദൃശ്യം ഉണ്ടാകരുത്. നിങ്ങൾ ആദ്യം നിഷേധിക്കുന്നവനായി മാറുന്നത്. ഇവനും ഇതേപോലെ തന്നെ ഇബ്ലീസിന് ഇവനെ പിൻപറ്റുന്ന എല്ലാവരുടെയും തിന്മകളിൽ ഒരു പങ്കുണ്ട്. സുബ്ഹാനല്ലാഹ്, ഖുർആൻ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയാൽ ഖുർആൻ അതിൻ്റെ ആയത്തുകൾ
എത്ര മനോഹരമായാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് എന്നതിൽ മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ വലിയ പാഠങ്ങൾ. ഇപ്പോൾ ഒരേ സമയം ഈ ആയത്ത് തർഗീബുണ്ട്, അതേസമയം തർഹീബുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ആയത്ത് വലാ തകൂനു അവ്വല കാഫിർ, ഒരേ സമയം അവരെ പരിഗണിക്കുന്നുമുണ്ട്, അതേസമയം തന്നെ അവരെ താക്കീത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലൗ ആമന ബി അശറത്തും മിനൽ യഹൂദ് ലആമന ബിൽ യഹൂദ്. യഹൂദരിലെ 10 പേർ എന്നിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ യഹൂദർ മുഴുവനും എന്നിൽ വിശ്വസിക്കുമായിരുന്നു. പണ്ഡിതന്മാർ പറഞ്ഞു മദീനയിലുണ്ടായിരുന്ന 10 യഹൂദ പുരോഹിതന്മാരെ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞത് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അവർ സ്വീകരിച്ചിരുന്നെങ്കിൽ, ഒരു വിവരമുള്ള ആൾക്കാരാണ്, അവർ സ്വീകരിച്ചിരുന്നെങ്കിൽ അവരുടെ പിറകിൽ ബാക്കിയുള്ളവർ സ്വീകരിക്കുമായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട പുരോഹിതന്മാരെ 10. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ലൗ ആമന ബി, പെട്ടെന്ന് ഹിഫ്ളാക്കാൻ പറ്റിയ ഹദീസാണ്. ലൗ ആമന ബി അശറത്തും മിനൽ യഹൂദ് ലആമന ബി അൽ യഹൂദ്. യഹൂദരിലെ 10 പേർ എന്നിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ യഹൂദർ മുഴുവൻ എന്നിൽ വിശ്വസിക്കുമായിരുന്നു. വലാ തകൂനു അവ്വല കാഫിറിൻ ബിഹി. നിങ്ങൾ ഇതിനെ ആദ്യമായി നിഷേധിക്കുന്നവരെ ഉൾപ്പെടരുത്. ഇൻഷാ അല്ലാഹ് ഇനി വരാനിരിക്കുന്ന ആയത്തുകളിൽ പറഞ്ഞ ഒരു കാര്യത്തിന് നല്ല ഓർമ്മപ്പെടുത്തൽ ഇവിടെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഒരു ആയത്ത് ധാരാളം ആളുകൾ സർവ്വമത സത്യവാദത്തിന് തെളിവിടിക്കുന്ന ആയത്താണ്. ഏത് മതം സ്വീകരിച്ചാലും കുഴപ്പമില്ലാന്ന് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ ഇത് പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യരുത്, ജൂതമതം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം. നസ്രാനി ആയതുകൊണ്ട് രക്ഷപ്പെടില്ല, നിങ്ങൾ മുസ്ലിം ആവണം എന്നാണ് ഈ ആയത്തിലൊക്കെ പറയുന്നത്. പിന്നെ ഖുർആൻ ഒരായത്ത് മാത്രം എടുക്കുകയും ബാക്കിയുള്ള ആയത്തുകളെ തള്ളിക്കളയുകയും ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞേക്ക് മനസ്സിലായല്ലോ. കുറച്ച് കഴിഞ്ഞാൽ ആയത്ത് ഏതാ? ലദീന ആമനു ലദീന ഹാദു അന്നസാറ വസ്സാബിഊന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം എന്ന ആയത്ത്. യഹൂദരാകട്ടെ, നസാറാക്കളാകട്ടെ, സാബിഈങ്ങളാകട്ടെ, ഈമാൻ സ്വീകരിച്ചവരാകട്ടെ, അള്ളാഹു വിശ്വസിക്കുകയും അമൽ സാലിഹാത്തുകൾ ചെയ്യുകയും ചെയ്താൽ അവർ പേടിക്കേണ്ടില്ല. ഈ ആയത്ത് പല ആൾക്കാരും എന്ത് ചെയ്യാറുണ്ട്, സർവ്വമത സത്യവാദത്തിന് തെളിവായി പറയാറുണ്ട്. അതിന് നേരെ വിപരീതമാണ് ഈ ആയത്ത്. നിങ്ങൾ ഖുർആൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താണ്, അവ്വൽ കാഫിറാണ്. വലാ തശ്തറു ബിആയാതി സമനൻ ഖലീല. വലാ തശ്തറു, നിങ്ങൾ എൻ്റെ ആയത്തുകൾക്ക് പകരമായി തുച്ഛമായ വിഭവം വാങ്ങിക്കരുത്. ഈ തുച്ഛമായ വിഭവം എന്ന് പറയുന്നത് ദുനിയാവ് മുഴുവൻ ഒരാൾക്ക് നൽകപ്പെട്ടാൽ അത് തുച്ഛമായ വിഭവമാണ്. ഒരാൾക്ക് ദുനിയാവ് മുഴുവൻ നൽകപ്പെട്ടാൽ. തുച്ഛമായ വിഭവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് കൂടുതൽ കിട്ടിയാൽ നിങ്ങൾ ഖുർആന് പകരം എന്ന് പറയുന്ന അർത്ഥത്തിലല്ല, മറിച്ച് സമൻ ഖലീൽ എന്ന് പറഞ്ഞത് ദുനിയാവ് മുഴുവനുമാണ്. ദുനിയാവ് മുഴുവൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, എങ്കിലും അതെന്താണ്, സമനുൻ ഖലീലാണ്. അത് അല്ലാഹു ഖുർആൻ പറഞ്ഞു, ഖുൽ മതാഉദ് ദുനിയ ഖലീൽ, ഖുൽ മതാഉദ് ദുനിയ ഖലീൽ. ദുനിയാവിൻ്റെ വിഭവങ്ങൾ ഖലീൽ, വളരെ കുറച്ചാണ്, വളരെ കുറച്ചാണ്. ദുനിയാവ് മുഴുവൻ ഒരാൾക്ക് ലഭിച്ചാൽ പോലും. നോക്കൂ, പരലോകത്ത് അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ അള്ളാഹു എന്ത് പറയുന്ന, തമന്ന, നീ ആഗ്രഹിക്കാൻ പറയും. അയാൾ ആഗ്രഹിക്കും, അവസാനം അയാളുടെ ആഗ്രഹങ്ങൾ അവസാനിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല അയാളോട് പറയും, നിനക്ക് ഈ പറഞ്ഞതിൻ്റെ 10 ഇരട്ടിയും അതിൻ്റെ മേൽ 10 ഇരട്ടിയും. ചില സഹാബികൾക്ക് വ്യത്യാസമുണ്ട് എത്ര തവണ അത് പറഞ്ഞിട്ടുണ്ട് എന്നത്. അവസാനം അയാളോട് പറയുന്നതാണ്, നിനക്ക് ദുനിയാവിൽ ഏറ്റവും വലിയൊരു രാജാവിനുണ്ടായിരുന്നതും അതിൻ്റെ ഇത്ര ഇരട്ടിയും ഉണ്ട് എന്ന് പറയപ്പെടുമെന്നാണ്. അതിൻ്റെ 10 ഇരട്ടിയും. എൻ്റെ കൃത്രിമ കണക്കിന് ഓർമ്മയില്ല. ആ മനുഷ്യൻ ചോദിക്കുമെന്ന്, അള്ളാഹുവെ നീ എന്നെ പരീക്ഷിക്കുകയാണ്, ഇത്രയും പുതിയ ആൾ അവസാന സ്വർഗത്ത് കയറുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോഴോട് ചിരിച്ചു എന്നാണ്. എന്നോട് പറഞ്ഞു, നിങ്ങൾ ചോദിക്കില്ല ഞാൻ എന്തുകൊണ്ട് ചിരിച്ചതെന്ന്. അവർ പറഞ്ഞു, എന്തുകൊണ്ടാണ് നബിയെ ചിരിച്ചത്? അള്ളാഹു സുബ്ഹാനഹു തആല ഇത് പറയുമ്പോൾ അള്ളാഹു ചിരിക്കുന്നതാണ്. അപ്പോൾ ദുനിയാവ് മുഴുവൻ ഒരാൾക്ക് ഇവിടെ കിട്ടിയെന്ന് വിചാരിക്കാം, എങ്കിൽ പോലും അത് പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന, അവസാന സ്വർഗത്ത് കയറുന്ന ഒരാൾക്ക് ലഭിക്കാനിരിക്കുന്നതിനോട് പോലും ഒരു നിലക്കും ബന്ധമില്ലാത്തതാണ്. അതിനൊക്കെ പുറമെ ദുനിയാവിന് ഒരാൾക്ക് മുഴുവൻ കിട്ടിയാൽ പോലും എത്ര കൊല്ലം ആസ്വദിക്കാൻ പറ്റും?
കുറഞ്ഞ സമയം ആസ്വദിക്കാൻ പറ്റുന്നത് അവസാനിക്കുന്നതാണ്. പരലോകമാകട്ടെ അവസാനമില്ലാത്തതാണ്. അതിനു മുൻപിൽ ദുനിയാവിന് പരിഗണന പോലുമില്ല. അവസാനിക്കാത്തതും അവസാനിക്കുന്നതും തമ്മിൽ ഒരു ഖിയാസ്, ഒരു താരതമ്യം അർത്ഥമില്ലാത്തതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അവസാനിക്കാത്തത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 1000 വർഷം ചിന്തിച്ചു നോക്കുക. അതിൻ്റെ അർത്ഥം എന്താ? 10,000, 20,000 വർഷം, 1,00,000 വർഷം, 2,00,000, 1,00,00,000 വർഷം ഒരു മനുഷ്യൻ ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കും. ഈ വർഷങ്ങളിലെല്ലാം ജീവിക്കുന്ന സമയത്ത് ഇവന് നിഅമത്ത് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കാൻ, സ്വർഗത്തിൽ അവനുള്ള നിഅമത്ത് അധികരിച്ചുകൊണ്ടിരിക്കാൻ. അപ്പോൾ അതും ഈ ദുനിയാവിൽ ഒരാൾ 1000 കൊല്ലം ജീവിച്ചു എന്ന് വിചാരിക്കും. അത് തമ്മിൽ എന്തെങ്കിലും ഒരു താരതമ്യത്തിന് അർഹതയുണ്ടോ? ഒരു അർഹതയില്ല. സ്വർഗം അതിനു പകരമാണ് നിങ്ങളിത് കൊടുക്കുന്നത് എങ്കിൽ ആ പറഞ്ഞത് എത്ര നിങ്ങൾക്ക് കിട്ടിയാലും സമനും ഖലീലാണ്, അത് വളരെ തുച്ഛമാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ഈ ആയത്ത് നിങ്ങൾ ഇതിൻ്റെ തഫ്സീൽ ചിലർ പറഞ്ഞേക്കാണ്, ഇത് കേവലം ബനൂ ഇസ്രായേലുകാർക്ക് മാത്രമുള്ളതല്ല, ഇത് എല്ലാവർക്കും ബാധകമാണ്. അള്ളാഹുവിൻ്റെ ദീനിലെ ഹക്കിന് പകരമായി ദുനിയാവിൻ്റെ വിഭവങ്ങൾ അതിൽ തൃപ്തിപ്പെടരുത്. എത്ര കിട്ടുമെന്ന് പറഞ്ഞാൽ, എന്തെല്ലാം ലഭിക്കുമെന്ന് പറഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനു പകരമായി ഒരു കാര്യം, മാത്രമല്ല ഈ കാലഘട്ടമാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ ദുനിയാവിന് വേണ്ടി ദീൻ വിൽക്കാൻ ആളുകൾക്ക് മടിയില്ലാതായി തുടങ്ങുന്ന കാലമാണ്. അവിടുന്ന് പറഞ്ഞു, മനുഷ്യർക്കൊരു കാലം, ഒരു ഫിത്ന വ്യാപിക്കുന്ന കാലം, യബീഉ ദീനഹു ബിഅറദിൻ മിനദ് ദുനിയ, ദുനിയാവിൻ്റെ ചെറു വിഭവങ്ങൾക്ക് വേണ്ടി ദീൻ വിറ്റ് കളയുന്നതാണ്. ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ആളുകൾ ചെറിയ കാര്യം ലഭിക്കാൻ വേണ്ടി ദീന് നഷ്ടപ്പെടുത്താൻ, ഇല്ലാതെയാക്കാൻ. ഇത് വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീല എന്നത് വേദക്കാർക്ക് മാത്രമുള്ളതല്ല, പിന്നെ ഇതെല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവരോടുമുള്ള കൽപ്പനയാണ്. നിങ്ങൾ ഒരിക്കലും ദീനിനു പകരം യാതൊന്നും അതിന് പകരമായി എടുക്കരുത്. ദീനറ്റുമല്ല. അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹം വഫാത്തിന് മുൻപ് ഉമറുൽ ഖത്താബ് നൽകിയ വസിയത്തുകൾ അത് കാണാം. അദ്ദേഹം പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിച്ചവർ അവിടേക്ക് എത്തിയത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? അതിൻ്റെ കാരണം അവർക്ക് ഹക്ക് ഏറ്റവും വലുതായിരുന്നു. അത് ഏറ്റവും വലുതായി എന്നതുകൊണ്ട് അതിൻ്റെ വില കൽപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും എന്ത് ചെയ്യരുത്, അള്ളാഹുവിന് പകലിൽ ചില ബാധ്യതകളുണ്ട്, അള്ളാഹുവിനോട് പകലിൽ ചില ബാധ്യതകളുണ്ട്, അത് നീ രാത്രിയിലേക്ക് മാറ്റിവെക്കരുത്. രാത്രിയിൽ ചെയ്യേണ്ട ചില ബാധ്യതകളുണ്ട്, പകലിലേക്ക് മാറ്റിവെക്കരുത്. അദ്ദേഹം അവസാനം നൽകിയ വസിയത്തിൽ പെട്ടതാണ്. മനോഹരമായ വസിയത്താണ്. ഞാൻ പറഞ്ഞു വന്നത്, ദുനിയാവിന് പകരം ദീൻ കൊടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ അവൻ ചിന്തിക്കുക, ആലോചിക്കുക നന്നായിട്ട്. അതൊരിക്കലും അവന് ലാഭകരമല്ല. ഈ പറഞ്ഞത് ഈ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ നടക്കുന്ന പുരോഹിത വേഷധാരികൾക്ക് എന്തുകൊണ്ടും ഓർമ്മിക്കാനുള്ള ആയത്താണ്. അള്ളാഹുവിൻ്റെ ദീനിന് പകരമായി ജനങ്ങളെ വഴികേടിലേക്ക് എത്തിക്കുന്ന ആളുകൾ, തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് എത്തിക്കുന്ന ആളുകൾ, ഖുറാഫാത്തുകളിലേക്ക് എത്തിക്കുന്ന ആളുകൾ, ഒരു ചിന്തിക്കുക, നിനക്ക് എന്ത് ലഭിച്ചാലും പരലോകം അതിന് പകരമായിട്ടാണ് നീ നഷ്ടപ്പെടുത്തുന്നത്. വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീല, വ്യക്തമായി സത്യം ബോധ്യമായിട്ടും അതിന് പകരമായിട്ട് സുബ്ഹാനല്ലാഹ്. നമ്മുടെ ആളുകളുടെ ചരിത്രങ്ങൾ ചിലത് എഴുതപ്പെട്ടത് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാർ ചിലത് എഴുതിയത് പണത്തിന് വേണ്ടി ഫത്വ കൊടുത്തിരുന്ന ആൾക്കാർ വരെ കൂട്ടത്തിലുണ്ടായിരുന്നതാണ്. പൈസ കൂടുതൽ കൊടുത്താൽ തർക്കിക്കുന്ന ആൾക്കാർ വന്നിട്ട് ഇവരെ മുന്നിൽ വന്ന് നിന്ന് ഒരാൾ കൂടുതൽ പണം കൊടുത്താൽ അവന് യോജിച്ച ഫത്വ, ഇതൊക്കെ ഇതിൽ പെടുന്നതാണ്. പൈസക്ക് വേണ്ടിയിട്ട് ദീന് മാറ്റി പറയാം, തൻ്റെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ദീൻ മാറ്റി പറയാം, പ്രശസ്തി നിലനിർത്താൻ വേണ്ടി ദീൻ മാറ്റി പറയാം. അള്ളാഹുവിൻ്റെ ദീൻ ഒരാൾക്ക് വേണ്ടിയിട്ട് മാറ്റാൻ പറ്റില്ല, ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ. ചില ആൾക്കാർ ചിലപ്പോൾ ചോദിക്കും, ഇങ്ങനെ പറയണോ, ഇത്ര കടുപ്പത്തിൽ പറയണോ? അള്ളാഹു അങ്ങനെ കടുപ്പത്തിൽ പറയാൻ പറഞ്ഞതാണെങ്കിൽ കടുപ്പത്തിൽ തന്നെ പറയണം, മാറ്റാൻ പറ്റില്ല. എങ്ങനെയാണോ റബ്ബ് പറഞ്ഞത് അതിന് ഒരാളുടെയും തൃപ്തിയോ ഒരാളുടെയും അനിഷ്ടമോ പരിഗണിക്കാൻ പാടില്ല. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീല എന്നത് എല്ലാ കാലഘട്ടത്തിലേക്കും എല്ലാവർക്കും ബാധകമാണ്. ദീനിനു പകരമായി ദുനിയാവ് വിലക്ക് വാങ്ങുക എന്നത് ബുദ്ധിയുള്ള ഒരാൾക്ക് യോജിച്ച കാര്യമല്ല. വേദക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇവിടെ അള്ളാഹു പറഞ്ഞത് അവർക്ക് പേടിയുണ്ടായിരുന്ന കാര്യം എന്താ അവർ പേടിച്ചത്? അവർക്ക് ഇവരുടെ ഇടയിൽ സ്ഥാനമുണ്ടായിരുന്നു.
പുരോഹിതന്മാരാണ്. പണം കിട്ടിയിരുന്നു, സ്ഥാനമാനങ്ങളുണ്ടായിരുന്നു, ആദരവുണ്ടായിരുന്നു, ബഹുമാനം ഉണ്ടായിരുന്നു. മുസ്ലിം ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ പോവും. അതായിരുന്നു അവരുടെ പേടി. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു വലാ തശ്തറൂ ബിആയതി സമനൻ ഖലീല. എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോടിത് പറഞ്ഞു. അവർ ആ കാലഘട്ടത്തിൽ സ്വീകരിക്കാൻ തയ്യാറായില്ല പല ആൾക്കാരും. എന്നാൽ സ്വീകരിച്ച ചില ആൾക്കാരുണ്ട്. ഇസ്ലാം സ്വീകരിച്ച സഹാബിമാർ, ചില അബ്ദുല്ലാഹ് ഇബ്നു സല്ലാമിനെ പോലുള്ള ആളുകൾ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, യഹൂദരിൽ ആ കാലഘട്ടത്തിൽ തങ്ങളുടെ സ്ഥാനമാനം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് സ്വീകരിക്കാതിരുന്ന ആൾക്കാരുടെ കഥ എന്താണ്? ആരാണ് അവർ ഓർക്കുന്നത്? ആർക്കും അറിയുന്നില്ല. എന്നാൽ അബ്ദുല്ലാഹ് ഇബ്നു സല്ലാമിനുള്ള സ്ഥാനം എന്താണ്? റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ഇസ്ലാം സ്വീകരിച്ച നസാറാക്കളും മറ്റൊക്കെ പെട്ട സഹാബികൾ, അവർക്കുള്ള സ്ഥാനം എത്ര വലുതാണ്. അതുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, നിങ്ങൾ ശ്രദ്ധിക്കുക, പറഞ്ഞു നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിലെ ഹയാറയിലോ മറ്റുമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരിക്കൽ ഒരു നസ്രാനിയായ പുരോഹിതനുമായി അദ്ദേഹം സംസാരിച്ചു. അങ്ങനെ സംസാരം കുറച്ച് നീണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പുരോഹിതൻ പറഞ്ഞു, എനിക്ക് ബോധ്യപ്പെട്ടു നിങ്ങൾ ഈ പറയുന്ന സത്യം, ഇസ്ലാം സത്യമാണ്, എനിക്ക് ബോധ്യപ്പെട്ടു, എനിക്ക് സംശയമില്ല. ഇബ്നുൽ ഖയ്യിം എങ്കിലും ഇസ്ലാം സ്വീകരിക്കും. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത്, അയാൾ പറഞ്ഞ വാക്ക് എന്നിട്ട് ഇബ്നുൽ ഖയ്യിം കൊടുക്കാൻ, ഈ ഹിമാറുകൾ ഇവർ എനിക്ക്, ഞാൻ നടക്കുന്നിടത്ത് പരവതാനി വിരിക്കാൻ, ഞാൻ എവിടേക്കാണോ നടക്കുന്നത് അവിടെ പരവതാനി വിരിച്ചിട്ടാണ് അവരെന്നെ കൊണ്ടുപോകുന്നത്. എനിക്കവർ ഭക്ഷണം ഏറ്റവും രുചികരമായതാണ് കൊണ്ടുവച്ച് തരുന്നത്. ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിന് ഇവരൊക്കെ പോകും. പിന്നെ എൻ്റെ കാര്യം എന്തായിരിക്കും? ഇബ്നുൽ ഖയ്യിം അയാൾക്ക് കൊടുത്ത മറുപടി അദ്ദേഹം പറയണം, ഞാൻ അയാളോട് പറഞ്ഞു, നീ ചിന്തിക്കുക, ആകാശഭൂമികളെ പടച്ച റബ്ബിന് ഒരു സന്താനമുണ്ട് എന്ന് പറഞ്ഞ കാലത്ത് അള്ളാഹു നിനക്ക് റിസ്ക് തന്നിട്ടുണ്ട്. ആ പറഞ്ഞത് ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ് അംഗീകരിച്ചാൽ അവൻ നിന്നെ കൈവടിയുമെന്നാണ് നീ വിചാരിക്കുന്നത്? അള്ളാഹുവിനെ കുറിച്ച് എത്ര മോശമായി വിചാരിച്ചത്. ഇത് ഈ കാലഘട്ടത്തിൽ പുരോഹിതന്മാർ ചിന്തിക്കേണ്ടതാണ്. പല ആൾക്കാരും പൗരോഹിത്യം വിടാതിരിക്കാനുള്ള കാരണം എന്താ? ജോലി പോവും, പൈസ ഇല്ലാതാവും, നാട്ടുകാർ തള്ളിപ്പറയും, വീട്ടുകാർ തള്ളിപ്പറയും. ഈ ചിന്തിക്കുന്നില്ലേ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന സന്ദർഭം, ഖുർആനിലുള്ള കാര്യത്തെ വിരുദ്ധമായി സംസാരിക്കുമ്പോൾ റബ്ബനെ നിനക്ക് റിസ്ക് തരണം. അവൻ ദീന് സത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അള്ളാഹു റിസ്ക് നൽകുന്നത് തടഞ്ഞു വെക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരാൾ ഹക്ക് സ്വീകരിച്ചാൽ അയാൾക്ക് പൈസ കൂടുന്നില്ല, അതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ ഹക്ക് ഒരാൾ സ്വീകരിച്ചാൽ ഇൻഷാ അള്ളാഹ് ഹക്കിന് ഇസ്സത്ത് ഉണ്ടായിരിക്കും. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ. അള്ളാഹുവിനും അവൻ്റെ റസൂലിനും മുഅ്മിനീങ്ങൾക്കും ഇസ്സത്തുള്ളത്. ഹക്ക് ഒരാൾ മുറുകെ പിടിച്ചാൽ അയാളാണ് ഇസ്സത്തിലുള്ളത്. അയാളോളം ഇസ്സത്തുള്ള മറ്റൊരാളില്ല. ഹക്കിന് ഇസ്സത്തുണ്ട്. അതുകൊണ്ട് ഈ ആയത്ത് ഈ കാലഘട്ടത്തിലെ പുരോഹിതന്മാരെ സംബന്ധിച്ച് അവർക്ക് ഓർമ്മപ്പെടുത്താനുള്ള ആയത്തുകളിൽ പെട്ടതാണ്. ശരി, ഈ ആയത്തിന് സമാനമായ ഒരു ആയത്ത് മുന്നേ കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ആശയം വലാ തശ്തറൂ ബിആയതി സമനൻ ഖലീല. ഏതായത്? നോക്കി പറഞ്ഞു. എന്തായിട്ടുണ്ട്? മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അല്ല, പേജിൻ്റെ അവസാനത്തിലുള്ള ആയത്ത് أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم ما كانوا مهتدين. അവിടെ ഇതേ ആശയം വന്നിട്ടുണ്ട്. ഇതിന് മുൻപ് ഈ കാര്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സൂചന കൂടിയുണ്ട്. ഇതിൻ്റെ മുനാഫിക്കുകളുടെ സ്വഭാവമാണ് സത്യം അറിഞ്ഞിട്ടും അതിന് പകരം ദുനിയാവിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഈ ഹിദായത്ത് വിൽക്കാന്നുള്ളത്. നീ ഈ സ്വഭാവത്തിലായിക്കഴിഞ്ഞാൽ മുനാഫിക്കിൻ്റെ സ്വഭാവത്തിലാണ് നീ ഉള്ളത് എന്ന ഓർമ്മപ്പെടുത്തൽ എന്നൊരു സൂചന ആ ആയത്തിൽ നിങ്ങൾക്ക് അങ്ങനെ കണ്ടെത്താൻ സാധിക്കും. ഇയ്യായ ഫത്തഖൂൻ, നിങ്ങൾ എന്നെ മാത്രം സൂക്ഷിക്കുക. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് തഫ്സീൽ പറഞ്ഞു, ഇയ്യാ ഫത്തഖൂൻ, എന്നെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഒരേ സമയം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്ന് പറയുന്നതോടൊപ്പം നിങ്ങൾ ജനങ്ങളെ പേടിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇയ്യാ ഫത്തഖൂൻ, നിങ്ങൾ എന്നെ പേടിച്ചു, എന്നെ സൂക്ഷിച്ചാൽ മതി, ജനങ്ങളെ പേടിച്ച് നടക്കരുത്. എന്നോട് തഖ്വയുള്ളവരാണ്. ജനങ്ങളെ പേടിച്ച് അവരെ
താല്പര്യങ്ങൾ വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്, ദീൻ മാറ്റരുത്. എന്നെ നിങ്ങൾ സൂക്ഷിക്കരുത്. സഹോദരൻ ദീൻ പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന, ദീൻ കുറച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, നീ എപ്പോഴും ചിന്തിക്കണം. കാരണം ദീൻ പഠിക്കുന്നുണ്ടോ, അള്ളാഹുവിൻ്റെ ദീന് പകരം ചില പരീക്ഷണം വരും. നീ തയ്യാറായിരിക്കണം. പണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യന് പ്രായം കൂടുമ്പോഴാണ് ഈ പ്രയാസം കൂടുക. കുട്ടികളുണ്ടാവുക, കുടുംബം ഉണ്ടാവുക. അപ്പോഴാണ് മനുഷ്യനെ പരീക്ഷിക്കപ്പെടുക. നീ തയ്യാറാക്കി നിർത്തണം. ഹക്കിന് വിരുദ്ധമായി പട്ടിണി കിടക്കേണ്ടി വന്നാൽ കിടക്കാൻ നീ തയ്യാറായിരിക്കണം. അള്ളാഹു ആഫിയത്ത് വേണ്ടി ദുആ ചെയ്യുക. ഒരിക്കലും ഇതിൻ്റെ അർത്ഥം ഒരു പരീക്ഷണം വരട്ടെ അപ്പോൾ നോക്കാനല്ല. അങ്ങനെ ഒരിക്കലും പരീക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കരുത്. പക്ഷേ ഇത് എപ്പോഴും നീ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കണം. ഹക്കിന് വിരുദ്ധമായ ദുനിയാവ് ഒരിക്കലും സ്വീകരിക്കുക എന്നുള്ളത് പാടില്ല. എത്ര ആളുകളാണ് അങ്ങനെ സ്വീകരിക്കുന്നത്? അള്ളാഹുവിൻ്റെ ദീനേക്കാൾ വലുതായി വേറൊന്നിനെ കാണാറ്. അത് പാടില്ല. ഇത് ഒരിക്കൽ മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിക്ക് ഒരു കത്ത്. ആ കത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഉക്തുബി ലി ഇലയ്യ കിതാബൻ തൂസീനി ഫീഹ്. എനിക്കൊരു വസിയത്തായിട്ടൊരു ഒരു കാര്യം എഴുതി അയക്കണം. വലാ തുക്സിരി അലൈ, വസിയത്ത് അധികരിപ്പിക്കരുത്. എന്നോട് പറയാനുള്ള ഒരു കാര്യം ചുരുക്കി പറയാൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചെഴുതി, സലാമുൻ അലൈക, സലാം, അമ്മാ ബഅദു ഫഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മനിൽ തമസ റിദാ അല്ലാഹി ബിസഖത്തിൻ നാസി കഫാഹു അല്ലാഹു മുഅനതൻ നാസ്. ആരെങ്കിലും ജനങ്ങളുടെ കോപത്തിന് പകരം അള്ളാഹുവിൻ്റെ തൃപ്തി അന്വേഷിച്ചാൽ, ജനങ്ങളുടെ കോപം വാങ്ങിച്ചിട്ട് അള്ളാഹുവിൻ്റെ തൃപ്തി തേടിയാൽ, കഫാഹുല്ലാഹു മുഅനതൻ നാസ്, ജനങ്ങളെ കൊണ്ടുള്ള പ്രയാസം അള്ളാഹുവിന് പരിഹരിച്ചു കൊടുക്കുന്നതാണ്. അതവനെ ബുദ്ധിമുട്ടിക്കില്ല. വമൻ ഇൽതമസ റിദാഅ അന്നാസി ബിസഖത്തില്ലാഹ് വക്കലഹുല്ലാഹു ഇലന്നാസ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ കോപത്തിന് പകരം ജനങ്ങളെ തൃപ്തി തേടി നടന്നു കഴിഞ്ഞാൽ അള്ളാഹു അവനെ ജനങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന. വല്ലാഹി ഹക്കാണ് ഈ പറഞ്ഞത്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാം ഹക്കാണ്. ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവനോളം ദലീലായ അപമാനിതനായ മനുഷ്യനെ കാണാൻ പറ്റില്ല. അവൻ്റെ കൈ എപ്പോഴും മറ്റുള്ളവരുടെ കൈകൾക്ക് താഴെയിരിക്കും. അവൻ്റെ നടത്തവും സംസാരവും എപ്പോഴും യാചനയുടെ സ്വരത്തിലായിരിക്കും. പലപ്പോഴും ഹക്കിനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹക്കിന് പകരം ഒരിക്കലും എന്ത് ചെയ്തു ഒരു ഭൗതിക നേട്ടവും കാണരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിലനിർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആയിഷ ബീവിയുടെ അവസാനത്തിൽ പറഞ്ഞു, അസ്സലാമു അലൈക്കും. ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസാണ്. ഇനിയും ചില പാഠങ്ങളുണ്ട്. ഇൻഷാ അള്ളാഹ് മറ്റേതെങ്കിലും ആയത്തിൽ സമാനമായ വിഷയങ്ങൾ വരുമ്പോൾ തന്നെ അധികരിച്ചിട്ടുണ്ട്. പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്. എപ്പോഴും ആയത്ത് വിശദീകരണം അധികരിക്കുമ്പോഴുള്ള പ്രശ്നം, ആയത്തിൻ്റെ മൊത്തത്തിൽ അർത്ഥം നമ്മൾ മറക്കരുത്. വആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅക്കും, ഞാൻ നിങ്ങൾക്ക് മേൽ അവതരിപ്പിച്ച അതേതാ ഖുർആനാണ്. മുസദ്ദിഖൻ ലിമാ മഅക്കും, നിങ്ങളോടൊപ്പം ഉള്ളതെന്ന് പറഞ്ഞാൽ തൗറാത്തിൽ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പ്രവചനങ്ങളും ദീനിനോട് യോജിക്കുന്ന തൗഹീദ്, പരലോകം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മുസദ്ദിഖൻ ലിമാ മഅ വലാ തകൂന അവ്വല കാഫിറിൻ, നിങ്ങളതിനെ ആദ്യം നിഷേധിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം അവിടുത്തെ അറിവുണ്ട്, അവർ പഠിച്ച ആൾക്കാരാണ്, നിങ്ങളിത് സ്വീകരിക്കേണ്ട ആൾക്കാരാണ്. വലാ തശ്തറു ബിആയാതി സമനൻ ഖലീല, എൻ്റെ ആയത്തുകൾക്ക് പകരം നിങ്ങളത് തുച്ഛമായ വിഭവം വാങ്ങിക്കരുത്. എന്തുകൊണ്ടാണ്? യഹൂദന്മാർ അന്ന് അവരുടെ പുരോഹിതന്മാർക്ക് നേതൃത്വവും സ്ഥാനമാനങ്ങളും പദവികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരം നിങ്ങൾ എൻ്റെ ആയത്തുകൾ നിങ്ങൾ തുച്ഛമായി വിളിക്കരുത്. വയ്യായ ഫത്തഖൂൻ, എന്നെ മാത്രം നിങ്ങൾ സൂക്ഷിക്കുക. എന്നാൽ ജനങ്ങളെ പേടിച്ചിട്ട് നിൽക്കരുത്, എന്നെ സൂക്ഷിച്ച് എന്നെ അനുസരിക്കുക എന്നതാണ് നിങ്ങളുടെ മേൽ ബാധ്യതയുള്ളത് എന്ന് ഈ ആയത്തിൽ നിന്ന് ഇതിൻ്റെ ഒരു ചുരുങ്ങിയ ഒരു ഭാഗം അതാണ്. വഹാദ വല്ലാഹു തആല അഅലം ബിസ്സവാബി വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.